അസ്സലാമു ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലത്തെ കുറേ അധികം തിരക്കുകളൊക്കെയാണ് കേട്ടോ നമ്മുടെ വ്ലോഗിൽ. എപ്പോഴും ഉണ്ടാവണൊക്കെ പോലെ തന്നെയാണ് എന്നാലും. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ടുണ്ട്. നേരത്തെ കുറേ ദിവസമായി ഞാൻ വർക്കൗട്ടിനൊക്കെ പോയിട്ട് ഇൻഷാല്ലാ പോകണം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ എല്ലാ ജനലൊക്കെ ഇന്ന് തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം വെൻറ്റിലേഷൻ നിർബന്ധമല്ലേ കിച്ചണിലോട്ട്. മഴയുണ്ടോ അവിടെ? ഇവിടെ നിന്ന് ചെറുതായിട്ട് മഴ പെയ്തു കേട്ടോ. ചൂടില്ല എന്ന് മാത്രം. അങ്ങനെ പാലൊക്കെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. പാലരിക്കണത് അതിലുള്ള പൊടിയോ രോമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് പാലരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇതാ ചായ വയ്ക്കാൻ വേണ്ടി പൊടിയും പാലും പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെന്താണ്, അയാൻ്റെ അടുത്ത് ചോറ് കഴിക്കാൻ പറയുന്നുണ്ട്. അയാനിതാ ഇന്ന് രാത്രി കൂടെ ഞാൻ ചോറ് കൊടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ചോറ് അവൻ കഴിക്കുകയില്ല. ഭയങ്കര, ഞാൻ എത്ര വഴക്ക് പറഞ്ഞാലും അതിന് മുന്നിൽ ഇങ്ങനെ ഇരിക്കാന്നല്ലാണ്ട്. ഇപ്പോഴത്തെ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ. കുറേ പിള്ളേരുണ്ട്. ഞാൻ ആരോട് ചോദിക്കുമ്പോഴേ ചോറ് കഴിക്കാൻ മടിയാണ്. ചോറ് കഴിക്കണമെങ്കിൽ മീനോ ചിക്കനോ ബീഫോ മട്ടനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുള്ളത്. എന്തായാലും ഞാൻ അവനെ മാക്സിമം ശ്രമിക്കാം. പിന്നെ ചോറ് ഞാൻ താളിച്ചിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ പിന്നെയും കഴിക്കും. ഫ്രൈഡ് റൈസ് പോലെ അല്ലെങ്കിൽ ടൊമാറ്റോ റൈസ്, രസം റൈസ് കഴിക്കൊന്നുമില്ല, ട്രൈ ചെയ്തിട്ടില്ല. പിന്നെ സാമ്പാർ റൈസ് അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ പിന്നെയും കഴിക്കുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ ചായ വെച്ചിട്ട് ശേഷം അരിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് വെച്ചിട്ട് ചോറാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ രാവിലെ തന്നെ കുക്കറിൽ അരിയിട്ടത്. ഒരു നാഴി ചോറ് വെച്ചാൽ തന്നെ ഒരുപാട് ബാക്കി വരുന്ന പോലെയാണ് നമ്മുടെ അവസ്ഥ. അങ്ങനെ ഇതാ ചായ ആയിട്ടുണ്ട്. അതിന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത ശേഷം ഞാൻ കുക്കർ അങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. ചായ അരിച്ചും എടുക്കുകയാണ് കേട്ടോ. സൗണ്ട് ഡള്ളുണ്ടോ? എനിക്ക് തന്നെ തോന്നുന്നുണ്ട് സൗണ്ട് ഡള്ളുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ചേച്ചി തടി കൂടിയാലും കുറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ജീവിക്കുന്ന കാലം വരെ ഹാപ്പി ആയിരിക്കുക, അതൊക്കെ കറക്റ്റാണ് അല്ലേ. അപ്പോൾ എന്തായാലും ചായ റെഡി ആയിട്ടുണ്ട്. ചായക്ക് ഒഴിച്ചിട്ട് ഇനി ചായ എല്ലാം കുടിച്ചാലേ മുഖത്തൊരു ഉഷാറ് വരത്തുള്ളൂ. അപ്പോൾ ഞാൻ സിറ്റൗട്ടിലോട്ട് പോയി റിഹാൻ എണിച്ച് വരുന്ന വരവാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ക്ലിപ്പും കണ്ടു എന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ ശരിയാക്കുമെന്നാവും. ഞാൻ അവനോട് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെയൊന്നും മുന്നിലോട്ട് വരരുത്, ചിലപ്പോൾ എനിക്ക് കട്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്തായിരിക്കും നീ ഷർട്ടൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നത് എന്നൊക്കെ ഞാൻ പറയാറുണ്ട് കേട്ടോ അവനോട്. അപ്പോൾ എന്തായാലും ഞാൻ ഇതാ ചായ എല്ലാം കുടിച്ച് ഇനിയിപ്പോൾ കിച്ചണിലോട്ട് തന്നെ പോകണം. അവനക്ക് ഹോർലിക്സ് ഉണ്ടാക്കി കൊടുക്കണം. ബൂസ്റ്റ് കുടിക്കുന്ന ആൾ നേരത്തെ പോയിട്ടോ. അപ്പം ഇന്നലെ മേടിച്ചു കൊടുത്ത ബൂട്ടുമായിട്ടാണ് കേട്ടോ ആൾ പോയേക്കുന്നത്. ഭയങ്കര സന്തോഷത്തിൽ ഇന്നലെ ഫ്രണ്ട്സിനെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലമൊക്കെ ആയിട്ട് ഓർമ്മ വരുന്നത്. എന്തെങ്കിലും ഒരു പുതിയ സാധനം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയായിരിക്കും അല്ലേ. ഈ പറഞ്ഞ പോലെ ഒരു പെൻസിലാവട്ടെ, പെന്നാവട്ടെ, ബോക്സ് ആവട്ടെ, അതിനെങ്ങനെ ഭയങ്കര കെയറോടുകൂടി, ഞാൻ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരാളൊന്നുമല്ല, പക്ഷേ പുതുതായിട്ടൊരു സംഭവം കിട്ടുമ്പോൾ ഭയങ്കര ഇതായിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ചോറ് വെച്ചു. പിന്നെ അവിടേക്കൊന്ന് ജസ്റ്റ് തുടച്ചെടുത്തു കേട്ടോ. വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താണ്, പുട്ടും കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതാകുമ്പോൾ രാവിലെ കഴിക്കാനും ആയി, പിന്നെ അതേപോലെ എന്താ പറയുക കൊണ്ടുപോകാനായിട്ടോ. എന്തോ മെസ്സേജ് വന്നതിന് വോയിസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ. പൊതുവേ എൻ്റെ ഈ ഫോണിൽ കുറച്ച് വോയിസ് കമ്മിയാണ്. അപ്പോൾ ഞാൻ ചെവിൻ്റെ അടുത്ത് വെച്ചിട്ട് കേൾക്കും കേട്ടോ. ഈ ഫോൺ ഡെഡായിട്ട് ഞാൻ അടുത്ത ഫോൺ എടുക്കുള്ളൂ എന്നും പറഞ്ഞിട്ടാണ് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കണ ഇക്ക. ഞാൻ പറഞ്ഞു കാരണം എനിക്ക് എൻ്റെ OnePlus എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര കംഫർട്ടാണ് അത് യൂസ് ചെയ്യാൻ. എനിക്ക് വേറൊരു ഫോൺ ആലോചിക്കാനേ പറ്റുന്നില്ല. 6-7 ലൈൻ അതിൽ വീണിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ? ലൈന് വീണത് ഫോണിൽ ഒരു 7 ഉണ്ട്. പക്ഷേ എനിക്കത് മാറ്റാനേ തോന്നുന്നില്ല. ഞാൻ വിവോൻ്റെ ഒരു ഫോണൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, പക്ഷേ എടുക്കാൻ തോന്നുന്നില്ല. അതാണ് വലിയൊരു പ്രശ്നം. അങ്ങനെ ഇതാ ഞാൻ എന്താ പറയുക വേഗം ഉള്ളിയും കാര്യങ്ങളൊക്കെ നന്നാക്കിയെടുത്തു. ഇപ്പോൾ കിട്ടുന്ന ഉള്ളി, വലിയ ഉള്ളി നല്ല വലുതുണ്ട്, ചെറിയ ഉള്ളി നല്ല വലുതുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചധികം ചെറിയ ഉള്ളി തന്നെ ഇടാമെന്ന് വിചാരിച്ചു. പൊതുവേ വലിയ ഉള്ളിനെക്കാട്ടിലും എനിക്കിഷ്ടം ചെറിയ ഉള്ളിയാണ് കേട്ടോ എല്ലാറ്റിലും ഇടാൻ. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിന് കുറേ സമയം എടുക്കൂലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ.
അങ്ങനെ നമ്മൾ കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ്. കുറച്ച് ക്യാപ്സിക്കൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഹായ് ജിനി, ഹൗ ആർ യു ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കവിത അവളുടെ കമൻറ്റ് മെൻഷൻ ചെയ്യുന്നതിന് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. ഹാർഡ് വർക്ക് കണ്ടപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മുടെ വീഡിയോസൊക്കെ ഫുള്ളി ഇരുന്ന് കണ്ടിട്ടല്ലേ നിങ്ങൾ കമൻറ്റ് ഇടുന്നത്, അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ നമ്മുടെ പാലക്കാടൻ ബിരിയാണി വെച്ചു ഇത്ര ഇഷ്ടമായിന്ന്, അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായിട്ടോ. മിൽക്ക് മിസ്റ്റിൻ്റെ തൈര് ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കടലക്കറി ഉണ്ടാക്കുമ്പോൾ അതിൽ തൈര് മിക്സ് ചെയ്യും കേട്ടോ, അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ റെസിപ്പിയൊന്നും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ കടലക്കറി തന്നെ എപ്പോഴും പറഞ്ഞ് വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ റെസിപ്പിയൊന്നും പറഞ്ഞിട്ടില്ല. വേഗം അങ്ങ് കടലക്കറി ഉണ്ടാക്കി. ഇനി ഇതിലോട്ട് പുട്ടാണ് കേട്ടോ. പുട്ടും കടലയും എപ്പോഴും എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റുകളിൽ ഒന്നാണ് കേട്ടോ. ഏറ്റവും ഫസ്റ്റ് ഞാൻ പറയുന്നത് പുട്ട് തന്നെ. പുട്ടും ബീഫ്, പുട്ട് ചിക്കൻ, പുട്ടും കടല, പുട്ട് ബീഫ്, അത് വേറെ ലെവലാണ്. അപ്പോൾ പൊൻകതിരിൻ്റെ പുട്ടുപൊടി എടുത്തത്. പണ്ടൊക്കെ പുട്ടുപൊടി ഇത്രയും സൂപ്പറായിട്ട് നമുക്ക് കിട്ടില്ലായിരുന്നു അല്ലേ. ഇപ്പോൾ ഇറങ്ങുന്ന പാക്കറ്റ് പുട്ടുപൊടികളൊക്കെ അടിപൊളിയാണ്, ഭയങ്കര സോഫ്റ്റാണ്. അതുപോലെ വെള്ളമൊഴിച്ച് അവിടെ വെച്ചാൽ മതി, വേറെ ഒന്നും നമ്മൾ അറിയണ്ട. പിന്നെ ഉണ്ടാക്കാൻ നേരത്ത് എല്ലാവരുടെയും ഒരുപോലെ നനവെത്തിയിട്ടില്ലേ അല്ലെങ്കിൽ ഓക്കെ അല്ലേ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് ആക്കിയിട്ട് അവിടെ വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയതുണ്ടായിരുന്നു, അതിനൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. പിന്നെ നമ്മളോട് ഈ പറഞ്ഞ പോലെ ഒരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മോനിക്കൊരു ഹായ് പറയൂ, ഞാൻ ബിഗ് ഫാനാണെന്നൊക്കെ പറഞ്ഞു. ആദ്യം എന്നാണ് മോൻ്റെ പേര്. അപ്പോൾ എന്തായാലും ഹായ്. ഞാൻ ഒരുപാട് വർഷമായി ഇങ്ങനെ നിർത്തിയിട്ട്, ഒരുപാട് വർഷമല്ല, ഒരുപാട് ദിവസങ്ങളായി, മാസങ്ങളായി ഹായ് വരച്ചിൽ നിർത്തിയിട്ട്. കാരണം നമ്മൾ ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുറേ ആൾക്കാർ അങ്ങനെ കമൻറ്റ് ചെയ്യും. പിന്നെ നമുക്കത് വ്ളോഗിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. കമൻറ്റ് വായിക്കുന്നതേ പല ആൾക്കാർക്കും ഇഷ്ടപ്പെടാറില്ല, ചില ആൾക്കാർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കമൻറ്റ് ഇടുന്നവർക്കുള്ള ഒരു പ്രയോറിറ്റി എന്നുള്ള രീതിയിലാണ് ഞാൻ കമൻറ്റ് വായിക്കുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്, അതിൻ്റെ വെള്ളം കളയണ്ടല്ലോ പറഞ്ഞിട്ട് കപ്പിലോട്ട് തന്നെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വേഗം തേങ്ങയ്ക്കൊന്ന് ചെറുവിയെടുക്കുക. ഇനിയിപ്പോൾ വേഗം പോയി പുട്ടുണ്ടാക്കണം, മോൻക്ക് കൊടുക്കണം, അവനെ പറഞ്ഞേക്കണം, ഇങ്ങനത്തെയൊക്കെ. ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനും വീഡിയോ എടുക്കാനും ഒക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഫുള്ള് ബിസിയുള്ള ഒരു ദിവസം കൂടിയായിരുന്നു കേട്ടോ. ആവുമെന്ന് വിചാരിച്ചു, പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഞാൻ അധികം ബിസിയൊന്നും ആയില്ല. രാവിലെ ഭയങ്കര ബിസി ആയിപ്പോയി. ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ പ്ലാൻ ചെയ്തത്, പക്ഷേ ആ പ്ലാനിങ് ഒന്നും നടന്നില്ല. വീഡിയോ എടുക്കാൻ വരുന്ന നമ്മുടെ ബ്രോയ്ക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു, വർക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു, തിരക്കുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് ഇന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ചില വീഡിയോസൊക്കെ ആളെ വെച്ചിട്ട് എടുക്കാറുണ്ട്. ഡെയിലി വ്ളോഗ് അല്ല കേട്ടോ, അല്ലാത്ത കുറച്ച് വീഡിയോസ് ഉണ്ടാവില്ലേ. ഇനിയിപ്പോൾ വല്ല വർക്ക്, പ്രൊമോഷൻ വർക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആളെ വെച്ചിട്ട് എടുക്കും. നമ്മുടെ മാക്സിമം നന്നായിട്ട് തീർത്ത് കൊടുക്കണം എന്നാണ് എനിക്ക് അപ്പോൾ തോന്നാറുള്ളത് കേട്ടോ. നമ്മുടെ ഡെയിലി വ്ളോഗ് ആകുമ്പോൾ അത് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അതുകൊണ്ടാണ് അത് ഞാൻ ആക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പുട്ടൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കടലക്കറിയുടെ ആവി പോയിട്ടുണ്ട്. ഇങ്ങനെ കടലക്കറി വെക്കുമ്പോൾ ഉള്ളിയൊക്കെ നന്നായി ഉടഞ്ഞ് അതിലോട്ടങ്ങ് ചേരും. പിന്നെ ഇതിലോട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടില്ല, കടല അരച്ചും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ അത്യാവശ്യം തിക്കുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു പുട്ടായി. അപ്പോൾ റിഹാൻക്ക് അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളിവിടെ പുട്ടാണെങ്കിലും ഉണ്ടാക്കി വെക്കുന്ന സ്വഭാവമില്ല, ആര് വരുന്നു അവർക്ക് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ അവർക്കുള്ള പുട്ട് ഉണ്ടാക്കി, പിന്നെ സ്കൂളിലേക്ക് ആക്കാനുള്ള പുട്ടും ഉണ്ടാക്കി. റിഹാൻക്ക് പിന്നെ കറിയൊക്കെ വേറെ ആക്കി. ഞാൻ എന്ത് ചെയ്തു, ലഞ്ച് ബോക്സിൽ പുട്ട് ഇങ്ങനെ ഉടച്ചിട്ട് അതിൽ തന്നെ കറി ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ 2 പാത്രങ്ങൾ അവന്, അല്ലെങ്കിൽ 2 ബാഗാണ് കൊണ്ടുപോകണേ. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ 2 പാത്രങ്ങളായിട്ട് അവനക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അവന് സ്പോർട്സിൻ്റെ സംഭവങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ബാഗും സ്കൂളിൻ്റെത് ഒരു ബാഗ്, അങ്ങനെ ആയിട്ടാണ് കേട്ടോ 2 ബാഗ് കൊണ്ടുപോകണം സ്കൂളിലേക്ക്. അങ്ങനെ അവനതാ പോകാൻ വേണ്ടിയിട്ട് ഷൂ ഒക്കെ ഇടാൻ പോയി. ഞാൻ പിന്നെ 1 മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ പോകാനൊന്നും വെയിറ്റ് ചെയ്തില്ല. അതിന് മുമ്പ് തന്നെ വീടിൻ്റെ ഉള്ളിലും പുറമെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇക്ക എവിടെ പോയി എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇക്ക വീക്കെൻഡിലാണ് കേട്ടോ വരാറ്. മൂപ്പര് പറഞ്ഞ പോലെ എന്താ പറയുക, കോഴിക്കോടാണ് പുതിയ ജോബ് കിട്ടിയത്. അതേപോലെ തന്നെ വേറൊരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു.
ഇക്കാക്ക് എവിടെയാണ് ജോലി, എക്സ് ആർമി അല്ലേ എന്ന് ചോദിച്ചിട്ട്, ശരിക്കും പറഞ്ഞാൽ ഇക്കയല്ല കേട്ടോ. ഉപ്പ എയർഫോഴ്സിൽ റിട്ടയർഡ് ആയതാണ്, ആർമി അല്ല എയർഫോഴ്സാണ് കേട്ടോ. ഇക്ക ജോഗറിൽ സെയിൽസ് ഹെഡായിട്ട് വർക്ക് ചെയ്യാണ്. ഇക്കക്ക് ഗവൺമെൻറ് ജോബല്ല, ഉപ്പാക്ക് സെൻട്രൽ ഗവൺമെൻറ് ജോബാണ് കേട്ടോ. 35 വർഷമൊക്കെ സർവീസിലിരുന്നിട്ടാണ് ഉപ്പ റിട്ടയർഡ് ആയത്. ഫുൾ സർവീസ് എന്നൊക്കെ പറയില്ലേ, റിട്ടയർഡ് ആകുമ്പോൾ വലിയ വലിയ പൊസിഷനിലൊക്കെ എത്തിയിട്ടാണ് കേട്ടോ ആയത്. ഒരുപാട് എക്സാമും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ആൾ ഓരോ വർഷവും ഓരോ പൊസിഷൻ ഇങ്ങനെ കൈവരിച്ച് കൊണ്ടുവരിക എന്ന് പറയില്ലേ. പിന്നെ അതേപോലെ ഞങ്ങളുടെ ഇവിടുത്തെ നാട്ടിൽ ഫസ്റ്റ് 10th പാസ്സായ ആളാണ് കേട്ടോ എൻ്റെ ഫാദറിനിലോ. അത്രയും പഠിക്കുമായിരുന്നു, പഠിക്കാൻ അത്രയും എഫേർട്ട് എടുക്കുമായിരുന്നു. ഇപ്പോൾ കുട്ടികളോട് ഇങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കുമായിരുന്നു, ഞാനൊക്കെ എത്ര സമയം ഇരുന്ന് പഠിക്കുന്നറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. അതേപോലെ തന്നെ മൂപ്പര് ഫസ്റ്റ് ഇവിടുത്തെ 10th പാസ്സായ ആളാണ് ഫസ്റ്റ് എക്സാമിന്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയല്ലേ. അപ്പോൾ എന്തായാലും ഇതാ കുട്ടികൾ പോയി ഉള്ളിലൊക്കെ ഒന്ന് ക്ലീനാക്കിയ ശേഷം നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കി ഓരോരുത്തർക്കായിട്ട് ഓരോ പുട്ട് ചുട്ട് എടുത്തിട്ട് വരും കേട്ടോ. പുട്ടൊക്കെ ഉണ്ടല്ലോ ആ ചൂടോടെ കഴിക്കണം, ഇല്ലെങ്കിൽ പുട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പുട്ട് പൊതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഞാൻ കണ്ടു കേട്ടോ. അത് കണ്ടപ്പോൾ എൻ്റെ വായിലിങ്ങനെ വെള്ളം വന്നു, അത്രയും കൊതിയായി. എന്തായാലും എനിക്ക് ഉണ്ടാക്കി നോക്കണം, അത് അത്രയും ഇഷ്ടമായി കേട്ടോ. പിന്നെ പെരുന്നാളല്ലേ കഴിഞ്ഞുള്ള ദിവസം ഞങ്ങളുടെ പാലക്കാട് വന്നിരുന്നു. മലമ്പുഴ ഡാം പാർക്കിൽ പോയി. അവിടെ അടുത്താണോ വീട്? അതെ, മലമ്പുഴ ഡാം ഞങ്ങളുടെ ഉമ്മാൻ്റെ വീട്ടിലുണ്ടല്ലോ. എല്ലാ പെരുന്നാൾ അല്ലെങ്കിൽ ഓണത്തിന് കൂടുമ്പോൾ എല്ലാവരും ഫുഡ് അടിച്ചിട്ട് നേരെ പോകുന്നൊരു സ്ഥലമാണ് മലമ്പുഴ ഡാം അല്ലെങ്കിൽ കാഞ്ഞിരപ്പുഴ ഡാം. ബസ് കയറിയിട്ടാണ് പോവുക കേട്ടോ. അപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടാവുമല്ലോ, ബസ് കയറി ഇവിടെ വന്ന് ഇറങ്ങും, അങ്ങനെ ചെയ്യുക. അപ്പോൾ ബസ് ഇറങ്ങുമ്പോൾ കാണാം ബസ് മൊത്തം കാലിട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ബസ് വിളിച്ചിട്ട് പോയ പോലെ ഉണ്ടാവും, അങ്ങനെ കേട്ടോ. അത്രയും രസമായിരുന്നു. എപ്പോഴും മിക്ക വർഷങ്ങളിലും പോകും. കണ്ടതാണെങ്കിലും അത് നമ്മുടെ ആ ഒരു ഡെയിലൊരു റൊട്ടീനാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പോകാൻ പറ്റുന്ന ആൾക്കാരൊക്കെ പോവും. മട്ടന് കിക്കോന്ന്, എന്തുവാടാ കള്ളാണോ കിക്കാവെന്ന്. മട്ടന് കിക്ക് മീൻസ് മട്ടൻ്റെ ഒരു ചൊവ ഉണ്ടാവില്ലേ, ചൊവ എന്നൊക്കെ പറയില്ലേ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കിക്ക്, അല്ലാണ്ട് മറ്റേ കിക്കല്ല. ഓക്കെ, അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ സാധനങ്ങളൊക്കെ ചെറിയ പാത്രത്തിലാണ് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുക. വലിയ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് വലിയ പാത്രത്തിലാണെങ്കിൽ ചെറുതിൽ കാക്കും. ഉടനെ തന്നെ ചായയും വെക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ കൂടെ തന്നെ ചായ വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ കുറേ ഉണ്ട്, എന്താ പറയുക, ഒനിയൻ ചോപ്പർ. നമ്മുടെ ഒനിയൻ ചോപ്പറായിട്ട് വാങ്ങിച്ചതല്ല, അത് പ്രീതിയുടെ സോഡിയാക്ക് മിക്സർ ഗ്രൈൻഡർ ഇല്ലേ അതിൻ്റെയാണ്. അത് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഇത്താടെ ചിരി അടിപൊളിയാണ് കേട്ടോ, മാഷാ അല്ലാ. ഡ്രസ്സ് സൂപ്പർ. അത് യെല്ലോ ഡ്രസ്സ് എവിടെ നിന്നാന്ന് ചോദിക്കണ്ടായിരുന്നു. കഹാനീത്തെ ഡ്രസ്സാണത്, കഫ്താൻ ടൈപ്പാണ്. 3095 രൂപയാണ് അതിന്. അതിൻ്റെ പല വെറൈറ്റി കളേഴ്സും ഉണ്ട്. ആവശ്യമുള്ളവരെന്തായാലും നമ്മുടെ പേജുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ആ ഒരു വീഡിയോയിൽ പോയി ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക, അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചായയൊക്കെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ അവർക്ക് എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ പോവാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഞാൻ അവിടെ ആണെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ടാവും. ഉടനെ റിപ്ലൈ കിട്ടിയിട്ടില്ല, അവർ ബിസിയൊക്കെ ആയിരിക്കും കേട്ടോ, അതുകൊണ്ടായിരിക്കും റിപ്ലൈ ഒക്കെ വൈകുന്നത്. അതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ ചോറ് ഒന്ന് തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബാക്കി പാത്രങ്ങളൊക്കെ കഴുകിയതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഉള്ളിലൊക്കെ ഒന്ന് തുടച്ചെടുക്കണം, മുറ്റം അടിച്ചു വാരണം. കാരണം മുറ്റത്ത് വലിയ സംഭവങ്ങളൊന്നുമില്ല, ഇലകൾ കുറച്ചുണ്ട്. പക്ഷെ നല്ല കാറ്റുള്ളതുകൊണ്ട് എനിക്ക് അടിച്ചു വാരാൻ ഭയങ്കര ടാസ്ക്കാണ്. അപ്പം ഞാൻ ഓരോ ഭാഗത്തും ഇങ്ങനെ ഇല കൂടി നിൽക്കുന്നുണ്ട്, അതിനെയൊക്കെ പോയി ഇങ്ങനെ മുറത്തിൽ കോരി എടുക്കുക കേട്ടോ ചെയ്യണത്. പിന്നെ വേഗം വന്ന് സിറ്റൗട്ടെടുത്ത് ചവിട്ടിയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്. നമ്മൾ ഷൂവിൻ്റെ മറ്റേ സ്റ്റാൻഡുകളൊക്കെ സിറ്റൗട്ടിൽ നിന്ന് കുറേ മാറ്റിയപ്പം സിറ്റൗട്ട് ഭയങ്കര ഒരു വിശാലമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം മറ്റേത് ഒരു 3 സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അതിനൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചുമരിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡ് ഷൂഡനിൻ്റെ ഷൂ റാക്കില്ലേ, അതാണ് കേട്ടോ മേടിച്ചതല്ല, അവർ നമുക്ക് അയച്ചു തന്നത് തന്നെയാണ്.
നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ വേഗം പോയി ചവിട്ടിയൊക്കെ ഒന്ന് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഉച്ചയ്ക്ക് പിന്നെ ഞാൻ വളരെ സിമ്പിളായിട്ട് ചോറും ബീട്രൂട്ട് ഉപ്പേരിയും പിന്നെ മോര് താളിച്ചെടുത്തു, രസവും ആക്കിയിട്ടെടുത്തു. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എഗ്ഗൊന്ന് പൊരിച്ചെടുത്തു. കാരണം കുറേ ദിവസമായി നോൺ വെജ് ഉണ്ടാക്കിയിട്ടും കഴിച്ചിട്ടൊക്കെ മടുത്തു. മീൻ കൊണ്ടുവരണോ ചോദിച്ചപ്പോൾ വേണ്ട പറഞ്ഞു. ഉണ്ടാക്കാനേ മടുപ്പായി കേട്ടോ, പിന്നെ ഉണ്ടോ കഴിക്കാൻ. അപ്പോൾ വേഗം ഒന്ന് അടിച്ചു വാരിയെടുത്തു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനലും FB പേജും ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മുടെ വീഡിയോസ് ഫുള്ളായിട്ട് കാണുന്നുണ്ട് എങ്കിൽ ഒരു റെഡ് ഹാർട്ട് ഇട്ട് തരിക. റെഡ് ഹാർട്ട് ഇടുമ്പോൾ എനിക്കറിയാൻ പറ്റും സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് കേട്ടോ.